ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫാദർ ഡിയർ ഫാദർ എന്ന് പറഞ്ഞൊരു പാർട്ടാണ്. അപ്പോൾ ഇത് 2 യൂണിറ്റ്സ് കവർ ചെയ്തിട്ടുള്ള ഒരു ഹോൾ പാർട്ടാണ്. അതായത് ഒരു കുട്ടി, ഒരു ബോയ്, പിന്നെ അതിൻ്റെ അച്ഛനോട്, ബോയുടെ അച്ഛനോട് പറയുന്ന കത്തിലൂടെ, എങ്ങനെ പറയുന്നു, നേരിട്ട് സംസാരിക്കുന്നതല്ല, ഒരു ലെറ്ററിലൂടെ തൻ്റെ പ്രശ്നങ്ങളും തനിക്കുണ്ടായ അനുഭവങ്ങളും തനിക്കൊരു തെറ്റുപറ്റിപ്പോയി, താൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അങ്ങനെയുള്ള ഒരു കുട്ടി, ചെറിയൊരു സ്മോൾ ബോയ് റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഫാദർ. അതായത് ഒരു കുട്ടി അതിന് അച്ഛനെഴുതുന്ന കത്താണ് നമ്മുടെ കണ്ടന്റ് അതാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് കുട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്? ആ കുട്ടിക്ക് മിസ് ജസ്റ്റ് അതിന് കണ്ടന്റ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ആ കുട്ടിക്ക് പരീക്ഷയിൽ ആ കുട്ടി ഫസ്റ്റ് റാങ്കിൽ നിന്ന് സെക്കൻഡ് റാങ്കിലേക്ക് ആയിപ്പോയി. സെക്കൻഡ് റാങ്കിലേക്ക് ആയിപ്പോയപ്പോൾ ആ സെക്ഷൻ 1 പറയുന്നതാണ് അതായത് കുട്ടി പരീക്ഷയ്ക്ക് സെക്കൻഡ് റാങ്കിലേക്ക് വന്നപ്പോൾ കുട്ടിക്ക് എന്തായി, ഭയങ്കര സങ്കടമായി. അപ്പോൾ ആ കുട്ടിക്ക് അറിയാം കുട്ടിയുടെ അച്ഛൻ എഡ്യൂക്കേഷൻ മീൻസ് വിദ്യാഭ്യാസം എന്നുള്ള ഫാമിലിയാണ്. വിദ്യാഭ്യാസത്തിന് തൻ്റെ ഫാദർ എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ തൻ്റെ ഫാദറിന് മുന്നിൽ താൻ ഒരു വലിയ തെറ്റ് ചെയ്ത പോലെ ആർക്ക് ഫീൽ ചെയ്യുന്നു? നമ്മുടെ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ കുട്ടിക്ക് തോന്നുകയാണ്, അച്ഛനോട് ഞാൻ എന്ത് പറയും, അച്ഛനോട് സോറി പറയട്ടെ, അച്ഛനോട് ലെറ്റർ എഴുതിയിട്ട് പറയാം, ഞാനിങ്ങനെ സെക്കൻഡ് റാങ്കിലേക്ക് ആയിപ്പോയി, ഫസ്റ്റ് റാങ്കിലായിരുന്നു, അപ്പോൾ അച്ഛൻ എന്നോട് ക്ഷമിക്കണം, അച്ഛൻ്റെ ആഗ്രഹിച്ച പോലെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടി പറയുന്ന ഇങ്ങനെ പരാതി, പരിഭവം, അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റി ഇങ്ങനെ പറഞ്ഞാൽ സോറി പറയുന്ന ഒരു ഭാഗമാണ് 2 യൂണിറ്റ് 2 സെക്ഷനിലായിട്ട് നമുക്ക് ഈ ഒരു ഹോൾ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ മിസ്സാൽ ക്വസ്റ്റ്യൻ വായിച്ചുതരാം. അപ്പോൾ നിങ്ങൾ ലെറ്റർ ഫ്രം എ സ്മോൾ ബോയ് അല്ലേ, ആരാണ് എഴുതുന്നത്? സ്മോൾ ബോയുടെ ലെറ്റർ ആണ് ഈ ഒരു മൊത്തത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹു വാസ് റിട്ടേൺ ഇൻ ദ ലെറ്റർ, ആരാണ് കത്ത് എഴുതുന്നത്? എ സ്മോൾ ബോയ്. ആൻസർ വാട്ട് ഹാഡ് ഹിസ് ഫാദർ റിട്ടേൺ, എന്താണ് ഫാദർ അപ്പം എന്താണ് പറഞ്ഞത് എന്നൊക്കെ നമുക്ക് ഇതിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ മിസ് ഈ സ്റ്റോറി ഒന്ന് വായിക്കാം. എ യങ് ബോയ് റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫാദർ ഇൻ റിപ്ലൈ ടു ദി വൺ ഓഫ് ഹി ഹാസ് റിസീവ്ഡ് ഫ്രം ഹിസ് ഫാദർ. ലെറ്റ്സ് സീ വാട്ട്സ് ടു സേ ഫാദർ ടു സേ. അച്ഛൻ എന്താണ് പറഞ്ഞത് നോക്കാം. ഫസ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ്? പാഠം തുടങ്ങുന്നത് ഡിയർ പപ്പ. അതായത് ഒരു കത്ത് തുടങ്ങുമ്പോൾ മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ, മൈ ഡിയർ മമ്മി. അതേപോലെ നമ്മുടെ പാഠം ചാപ്റ്റർ തുടങ്ങുന്നത് എന്താണ്? ഡിയർ പപ്പ, ദിസ് ഈസ് എ ആൻസർ ടു യുവർ ലെറ്റർ അബൌട്ട് മൈ ട്രാൻസ്ഗ്രഷൻ. ട്രാൻസ്ഗ്രഷൻ ഉള്ളൊരു വേർഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്താ ഈ വേർഡിൻ്റെ അർത്ഥം? ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മിസ് ഇവിടെ എഴുതാം, ട്രാൻസ്ഗ്രഷൻ. ട്രാൻസ്ഗ്രഷൻ എന്താണ്? ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് എന്നാണ് അർത്ഥം. ആർക്ക് മിസ്റ്റേക്ക് പറ്റി? നമ്മുടെ കുട്ടിക്ക്, നമ്മുടെ ബോയ്ക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി. എന്താ? അബൌട്ട് മൈ ട്രാൻസ്ഗ്രഷൻ. യെസ്, മൈ ഫസ്റ്റ് റാങ്ക് സ്ലിപ്ഡ് ഇൻ ടു ദ സെക്കൻഡ്. വാട്ട് ഈസ് ദ മെയിൻ മാറ്റർ ഓഫ് ഹിസ് ലെറ്റർ എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്തു? വാട്ട് ഈസ് ദ മെയിൻ മാറ്റർ? What is the main matter in that letter? എന്താണ്? What is the main matter of that letter? It's the മിസ് വായിച്ചില്ലേ? എന്താ വായിച്ചത്? എന്തായാലും മെയിൻ മാറ്റർ എന്താണ്? ഹിസ് ഫസ്റ്റ് റാങ്ക് സ്ലിപ്ഡ് ഇൻ ടു ദ സെക്കൻഡ്. ഹിസ് മീൻസ് ദ ബോയ്സ് അല്ലേ. His first rank slipped into the second rank. You advise that I should think before answering the papers. അപ്പം ഞാനിങ്ങനെ ആൻസർ പേപ്പർ എഴുതുമ്പോൾ അച്ഛൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. The operating the word think did make me reflect and these are the result of those reflection. അപ്പോൾ തിങ്സ് എന്താ അർത്ഥം? ചിന്തിക്കുക. മോനെ ചിന്തിച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ, ചിന്തിച്ച് ആൻസർ ചെയ്യണം എന്നുള്ളൊരു വാക്ക് അച്ഛൻ എന്നോട് പറഞ്ഞത് ഞാൻ എക്സാം എഴുതുമ്പോൾ ഓർത്തിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്ക് ജസ്റ്റ് സ്ലിപ്പായിപ്പോയി, സെക്കൻഡ് റാങ്കിലേക്ക് എത്തിപ്പോയി. ഫാദേഴ്സ് വി ഹാവ് നെവർ റിയലി ബീൻ ക്ലോസ് ആൻഡ് ഐ കാൺ റൈറ്റ്ലി സേ ടു യു ബി മൈ ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ്. എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ അച്ഛൻ, നിങ്ങൾ എൻ്റെ ഫിലോസഫറാണ്, ഗൈഡാണ്, ഫ്രണ്ടാണ്, എല്ലാമാണ് എൻ്റെ അച്ഛൻ. യെറ്റ് ഐ വുഡ് ലൈക്ക് ടു യു ടു അവെയർ ടു മൈ തോട്ട്സ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്തകളെപ്പറ്റി എൻ്റെ അച്ഛനോട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റൂ. They are very important to me. You are highly educated and you provided very well for the family. അപ്പോൾ അച്ഛൻ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നമ്മുടെ ഫാമിലി അത്രയും നല്ലോണം നോക്കുന്നതും അച്ഛനാണ്. അപ്പോൾ എനിക്ക് അച്ഛനോട് എൻ്റെ മനസ്സിലുള്ള ചിന്തകളൊക്കെ എനിക്ക് അച്ഛനോട് ഷെയർ ചെയ്യുന്നത് എന്ത് തെറ്റാണുള്ളത് അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് ആ കത്തിലെഴുതുന്നു. And you are highly educated and you are provided my form, but if your departmental store do you apply the
Pythagoras theory or Newton's law of gravity for that matter. Does your doctor friend, your lawyer brother, അതായത് അച്ഛൻ്റെ ബ്രദറും ഡോക്ടറാണ്, വക്കീലാണ്, എല്ലാം ആണ്. പിന്നെ ന്യൂട്ടൺസ് ഗ്രാവിറ്റി അല്ലേ, ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തം ന്യൂട്ടൻ്റെ. പിന്നെ എന്താണ് പൈതഗോറസ് സിദ്ധാന്തമല്ലേ, അതൊക്കെ പിന്നെ അതൊക്കെ അച്ഛൻ എന്താണ് പഠിക്കാൻ പറഞ്ഞിരുന്നു. അതൊക്കെ എന്താണ് നമ്മളെ സ്റ്റഡി മെറ്റീരിയലായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അതൊന്നും എനിക്ക് അതൊന്നും പഠിച്ചത് ശരിയായില്ല. പപ്പ മൈ ഗ്രാൻഡ് ഫാദർ സ്പീക്സ് ടു കെയർ ഫ്രീ ദ ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ്. അപ്പോൾ എനിക്ക് ആ പപ്പയോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയട്ടെ. കുട്ടിക്കാലത്ത് എനിക്ക് നമ്മുടെ മുത്തച്ഛനല്ലേ ഗ്രാൻഡ് ഫാദർ എന്താ ചെയ്തത്, ഗ്രാൻഡ് ഫാദർ സ്പീക്സ് ഫോർ എ കെയർ ഫ്രീ ആൻഡ് ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ്. മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, ചൈൽഡ്ഹുഡിനെ പറ്റി, കുട്ടിക്കാലത്തെ പറ്റി. ഓ ഡേയ്സ് സ്പെൻഡ് ഇൻ പ്ലക്കിംഗ് മാംഗോസ് ആൻഡ് ഗുവാസ് ഫ്രം ദെയർ ഓർച്ചാർഡ്സ് ആൻഡ് പ്രിൻസസ് ഓഫ് ദി ബാങ്ക് ഓഫ് ദ റിവർ വെൻ ദ മെൻ കുക്ക്ഡ് മൗത്ത് വാട്ടറിംഗ് ഓഫ് ദ ഫുഡ് ആൻഡ് പേയിങ് മാർബിൾസ് ആൻഡ് ഗില്ലി ഡാൻഡ ഫ്രം ഹിസ് ടോക്ക് ആൻഡ് സ്റ്റഡീസ് ആൻഡ് ആൻഷ്യറി സബ്ജക്ട്. അപ്പോൾ അച്ഛൻ വളർന്ന കുട്ടിക്കാലം മുത്തച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പുഴവക്കത്ത് പോയിരുന്നതും ഫ്രൂട്ട്സൊക്കെ പറിച്ച് തിന്നതും ഓടിച്ചാടി നടന്നതൊക്കെ ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നു, എനിക്കറിയാം. ആൻഡ് പോസിബിൾ ദാറ്റ് ദ വേർഡ് ഈസ് ടേൺഡ് ഡെസ്പെർട്ടറി ആൻഡ് ജസ്റ്റ് അബൌട്ട് 70 years. പപ്പ മൈ ഗ്രാൻഡ് മദർ ഈസ് സെമി ലിറ്ററേറ്റ്. പക്ഷേ എൻ്റെ മുത്തച്ഛൻ നല്ലതാണെങ്കിലും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. മുത്തശ്ശിക്ക് എന്താണ്, സെമി ലിറ്ററേറ്റ് ആണ്. ഷീ ഈസ് എ പീസ് ഓഫ് ഹെർ പോട്ട്സ് സ്പാൻ ഹെർ ഫ്ലവേഴ്സ് ആൻഡ് ഗാർഡൻ. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടം എന്തായാലും ഗാർഡൻ നന്നാക്കുക. ഗാർഡനിൽ പോട്ട്സ് വെള്ളം കൊണ്ട് ഒഴിക്കുക, ടു ദ വാട്ടർ ആൻഡ് പ്ലാന്റ്സ് ഹെർ ഫ്ലവേഴ്സ് ആൻഡ് ഗാർഡൻ. ഷീ സേവ്സ് ദാറ്റ് ഗാർഡൻ. അപ്പോൾ അവൻ്റെ ഇത് ഗാർഡൻ നല്ല സേഫായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു മുത്തശ്ശിയായിരുന്നു എന്ന് മുത്തച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹെർ ഭഗവത്ഗീത ആൻഡ് സ്ക്രിപ്റ്റേഴ്സ് മൈ മദർ ഹൈലി ക്വാളിഫൈഡ് അല്ലേ. അപ്പോൾ എൻ്റെ അമ്മയും കുട്ടിയുടെ അമ്മയും എന്താണ്, അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. ഭഗവത്ഗീത അല്ലേ നമ്മുടെ, അതൊക്കെ നന്നായിട്ട് അറിയാം. ഹൈലി സ്ട്രെങ് ആൻഡ് ടെൻസ് ആൻഡ് നെർവസ്. ഡു യു തിങ്ക് ലിറ്ററസി മേക്ക് അസ് റെസ്റ്റ്ലെസ് ആൻഡ് അഫ്രൈഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ്? അപ്പോൾ എനിക്ക് പിന്നെ വിദ്യാഭ്യാസം ഒരു ഫ്രസ്ട്രേറ്റഡ് ആണോ, നമുക്കൊരു പ്രശ്നമായി മാറുമോയെന്നും ആര് ചിന്തിക്കുന്നു? നമ്മുടെ കുട്ടി ചിന്തിച്ചുകൊണ്ടാണ് കുട്ടി ഒരു കത്ത് ഫസ്റ്റ് യൂണിറ്റിൽ എന്താ ഫാദർ ടു ഡിയർ ഫാദർ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക കത്ത് എഴുതിയല്ലോ. മുത്തച്ഛനെ പറ്റി എഴുതി, മുത്തശ്ശീനെ പറ്റി എഴുതി. അച്ഛൻ ഭയങ്കര എഡ്യൂക്കേഷൻ ഫാമിലിയുള്ള ആളാണ്. അച്ഛൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ നല്ല എഡ്യൂക്കേഷൻ ഫാമിലിയാണ്. അപ്പം ഞാൻ സെക്കൻഡ് റാങ്കിലേക്ക് പോയാൽ അവരൊക്കെ എന്ത് വിചാരിക്കും, അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടി കത്ത് എഴുതുന്നത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നത്, നെക്സ്റ്റ് യൂണിറ്റിൽ യൂണിറ്റിൽ പറയുന്നത് എന്താ പറയുന്നത്, വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു വിസ്ഡം ഓർ നോളജ്? എന്താ ബുദ്ധിക്കാണോ അറിവിനാണോ കൂടുതൽ പ്രാധാന്യം? വാട്ട് ഷുഡ് അവർ എഡ്യൂക്കേഷൻ ഫോർ ടു ആസ്? ലെറ്റ്സ് റീഡ് ഓൺ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ദ റൈറ്റർ തിങ്സ്. നമ്മുടെ റൈറ്റ് ചെയ്യുന്ന ആൾ എന്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്? ഓർ പപ്പ. അപ്പോൾ ഈ ഒരു പാഠത്തിൻ്റെ പേര് മാറുന്നുള്ളൂ, മാറ്റർ ഒന്ന് തന്നെയാണ്. ഓക്കെ, ഡിയർ പപ്പ. നെക്സ്റ്റ് നോളജിനാണോ? കാരണം മിസ് ഇവിടെ എഴുതിയത് കണ്ടോ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടോ, നമ്മളിത് പറഞ്ഞു അല്ലേ. ലെറ്റർ ഫ്രം സ്മോൾ ബോയ് അല്ലെ, സ്മോൾ ബോയ് ആണ്. ഹു വാസ് റിട്ടൺ ദ ലെറ്റർ? ആരാ എഴുതുന്നത്? സ്മോൾ ബോയ്. വാട്ട് ഹാഡ് ഹിസ് ഫാദർ റിട്ടൺ? ഫാദർ ഈസ് വെരി, അത് സെക്ഷൻ 2 മിസ് ഇപ്പോൾ വായിക്കാൻ പോകുന്നുള്ളൂ. ഈസ് ദ റൈറ്റർ എ ഗുഡ് സ്റ്റുഡൻറ്റ്? യെസ് എന്നില്ലേ ഓരോ ആൻസർ. പിന്നെ വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിസ്ഡം ഓർ നോളജ്? ഇതാണ് മിസ് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പറയുന്നത് അല്ലേ. കുട്ടി എഴുതുന്നത് തന്നെയാണ് കണ്ടന്റ്. ഓക്കെ, കുട്ടി എന്താ പറയുന്നത്? ഡിയർ പാപ്പ ലാസ്റ്റ് വീക്ക് മൈ റോസ് പ്ലാന്റ് ഓൾമോസ്റ്റ് ഡൈഡ്. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ റോസ് പ്ലാന്റ് എന്ത് ചെയ്തു? വാടി കരിഞ്ഞു പോയി. ഡൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? നശിച്ചു പോയി. ആൻഡ് സം പേഴ്സ് ഐ ആസ്ക്ഡ് മൈ ബയോളജി ടീച്ചർ വാട്ട് ഐ ഷുഡ് ഡു ടു സേവ് ഇറ്റ്. ഞാൻ എൻ്റെ ബയോളജി ടീച്ചറോട് ചോദിച്ചു, എൻ്റെ ചെടി ഇതായിപ്പോയി. സയൻസ് ടീച്ചറോടാണല്ലോ ചോദിക്കുക, ചെടിയൊക്കെ പോയാൽ. അപ്പോൾ ചെടി പോയി. ഇപ്പോൾ ഞാൻ ടീച്ചറെ എന്താ ചെയ്യാമെന്ന് ടീച്ചറോട് ചോദിച്ചു. ആൻഡ് ഷീ വാസ് ക്രോസ് ആൻഡ് ഷീ ഗോ ആസ് ടു who keeps the gardening things and hello tell you we learn about the pesticides അല്ലേ, but we do not know how to use them. പെസ്റ്റിസൈഡ് തന്നെ അത് ഉപയോഗിക്കണം എങ്ങനെ നമുക്കറിയില്ല അല്ലേ, ഇത് തളിക്കാനൊക്കെ നോക്കണമല്ലോ. And her father matters to not weigh my people as does not upwards and I care what Archimedes did. What I matter to me that the remain healthy and there is a fuse in my house. I should know how to something about it. I should know how to make to desk and for my carpenter's tool അല്ലേ. അതായത് കാർപ്പൻ്റർ എന്ന് പറഞ്ഞാൽ ആരാ? പിന്നെ ഈ മരപ്പണിക്കാരതും പിന്നെ ഫ്യൂസിൻ്റെ ഇതില്ലേ വയറിംഗ് പണി, പ്ലംബിംഗ് പണി,